പൗർണമി അമ്മേ ബാക്കിലേക്ക് സ്വാഗതം. പൗർണമി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത്, അതുപോലെ പൗർണമി ദിവസങ്ങളിൽ നമ്മൾ ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത്, പിന്നെ പൗർണമി വ്രതങ്ങൾ എത്ര മാസം എടുക്കണം, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് മലയാളികൾക്കിടയ്ക്കുണ്ട്. പൗർണമി ഏറ്റവും വളരെ പവർഫുൾ ദിവസങ്ങളിൽ ഒന്നാണ്. അപ്പം അമ്മ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാമോ? നമസ്കാരം. പൗർണമി എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ, അതായത് തിഥികളിൽ പൗർണമി എന്ന് പറയുമ്പോൾ നമ്മൾ റൗണ്ട് എടുത്തി ചന്ദ്രഭഗവാൻ പൂർണ്ണമായി നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ചന്ദ്രന് ബലമില്ലാത്തവർക്കും നമ്മുടെ ജാതകത്തിൽ അമാവാസി അടുത്ത് ജനിക്കുക, വൃശ്ചിക രാശിയിൽ ജനിക്കുക, അങ്ങനെ വരുന്നവർ വൃശ്ചിക മാസമല്ല വൃശ്ചിക രാശിയിൽ ജനിക്കുക, അങ്ങനെയൊക്കെ വരുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ചന്ദ്രഭഗവാനെ രാത്രി നോക്കി നമശിവായ ചൊല്ലുക. വളരെ നല്ലതാണ്. നമശിവായ ചൊല്ലാം. ചന്ദ്രമൗലീശ്വരായ, അത് ശിവനാണല്ലോ, ചന്ദ്രമൗലീശ്വരൻ ശിവനാണല്ലോ. മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പൗർണമിക്ക് വ്രതം എടുത്താൽ നമുക്ക് എന്താഗ്രഹവും നടന്നിരിക്കും. നല്ല ആഗ്രഹങ്ങൾ. ഇപ്പോൾ കുട്ടികൾക്ക് വിവാഹം നടക്കാൻ തടസ്സമാണ്, കുട്ടികൾ ജോലിക്ക് തടസ്സമാണ്, ദാമ്പത്യ ദുഃഖങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ പൗർണമി വ്രതം എടുക്കും. പൗർണമി വ്രതം നമുക്ക് ജലപാനം ഇല്ലാതെ എടുക്കാം, ഫ്രൂട്ട്സ് കഴിച്ചെടുക്കാം. തലേദിവസം നമ്മൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് നമ്മൾ ഒരിക്കലെടുക്കുന്നു. രാത്രി അത്താഴം ഉണ്ടില്ല, തലേദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കും. അന്നത്തെ ദിവസം രാവിലെ കുളിച്ച് പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നു. സ്വയംവര മന്ത്രം ജപിക്കാം. പാർവതി സർവമംഗളമംഗല്യേ ശിവി സർവാർത്ഥസാധി അത് ചൊല്ലാം. ദേവിയുടെ ലളിതാ സഹസ്രനാമം ചൊല്ലാം. ഇങ്ങനെ എല്ലാ ദേവീ മന്ത്രങ്ങളും നമുക്ക് ചൊല്ലാം, നമശിവായ ചൊല്ലാം. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ജലപാനം ഇല്ലാതെ എടുക്കുന്നവരുണ്ട്. പല വിധത്തിലും ഉപവാസങ്ങൾ എടുക്കാം. ജലപാനം ഇല്ലാതെ എടുത്തിട്ട് ചന്ദ്രനെ കണ്ട ശേഷം ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അരി ആഹാരമല്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അല്ല ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് പാലും ഫ്രൂട്ട്സും കഴിക്കുന്നവരുണ്ട്. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് നമ്മൾ വ്രതം എടുക്കേണ്ടത്. ആരോഗ്യം പോരാത്തവർക്ക് വ്രതം എടുത്താൽ പ്രശ്നമാണ്. പക്ഷേ ഈ വ്രതം എടുത്താൽ സാഫല്യം നടന്നിരിക്കും. ഒരു 3 പൗർണമി എടുക്കുമ്പോഴേക്കും നമ്മുടെ കാര്യം നടന്നിരിക്കും. അത് മാസത്തിൽ ഒരെണ്ണേ പൗർണമി ഉള്ളൂ. അത് 3 പൗർണമി കഴിയുമ്പോഴേക്കും നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം വന്നിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ പൗർണമി എടുക്കുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ എന്തൊരു വ്രതം എടുത്താലും എന്തൊരിക്കലെടുത്താലും അന്നത്തെ ദിവസം മറ്റുള്ളവരെ കളിയാക്കുക, പരിഹസിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഇപ്പോൾ കുത്തുവാക്കുകൾ പറയുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ, അതൊന്നും പറയാൻ പാടില്ല. ഇപ്പം ആരും ആരെക്കാളും മീതിയല്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഭഗവാന്റെ മുമ്പിൽ യാചകനും കുബേരനൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും നമുക്കിഷ്ടമില്ലാത്ത വാക്ക് വേറെ ആരെ പറയാതിരിക്കുക, സംയമനം പാലിക്കുക, ദേഷ്യം വന്നാലും സംയമനം പാലിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ വ്രതത്തിന് പൂർണ്ണത കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പരദേവതാ പ്രീതിക്ക് വേണ്ടിയിട്ടും പൗർണമി വ്രതം എടുക്കാം. പൗർണമി വ്രതം എടുക്കാൻ പറ്റും, വ്രതം എടുക്കുക. അല്ലെങ്കിൽ അന്നത്തെ ദിവസം മത്സ്യമാംസം വീട്ടിൽ കഴിക്കാതിരിക്കുക. അന്ന് വൈകുന്നേരം കുളിച്ച് ശുദ്ധമായിട്ട്, അല്ലെങ്കിൽ മേല് കഴിട്ട് ശുദ്ധമായിട്ട്, ശുദ്ധവൃത്തി വേണം, അതാണ് വേണ്ടത്. നമുക്ക് പൗർണമി പൂജ ചെയ്യാം. പൗർണമി പൂജ എന്ന് പറയുമ്പോൾ ലക്ഷ്മി പൂജ തന്നെയാണ് പൗർണമി പൂജ. ലളിതാ സഹസ്രനാമം ജപിച്ച് ചെയ്യാം, അല്ലെങ്കിൽ അഷ്ടോത്തരം ലക്ഷ്മി അഷ്ടകം ചൊല്ലാം. അങ്ങനെ ചൊല്ലിയാൽ നമുക്ക് പൗർണമി പൂജ ചെയ്യാം. പൗർണമി പൂജയ്ക്ക് പ്രത്യേകമായിട്ട് അവിലെ മലരെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ 5 കൂട്ടം വെച്ച് പ്രാർത്ഥിച്ചാൽ പരദേവതാ പ്രീതി കിട്ടുന്നു. പരദേവത അറിയാത്തവരൊക്കെ ഉണ്ടാവില്ല ഇഷ്ടം പോലെ. അവിലെ മലരെ ശർക്കര മുന്തിരി കൽക്കട 5 കൂട്ടം, ഈ 5 കൂട്ടം അല്ലെങ്കിൽ പഴം ഏതെങ്കിലും 5 കൂട്ടം വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് പൗർണമിക്ക് എങ്ങനെയാണോ പൂർണ്ണചന്ദ്രൻ വരുന്നത് അതേപോലെ നമുക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും വരും. അതാണ് സ്വാഭാവികം. പിന്നെ പൗർണമി നാൾ രാത്രി നമ്മൾ ഒരു കുപ്പിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലിൽ വെള്ളം എടുത്ത് പുറത്ത് വെച്ചേക്കാം. പിറ്റേ ദിവസം ആ വെള്ളം അടച്ചു വെക്കണം. പിറ്റേ ദിവസം ആ വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണത വരും. അത്രയ്ക്ക് നല്ല സംഭവമാണ് പൗർണമി. വീട്ടിന് പുറത്താണോ? വീട്ടിന് പുറത്ത്. വീട്ടിന് പുറത്ത് വയ്ക്കുമ്പോൾ ജനലെടുത്ത് വെച്ചാൽ കിച്ചണിലെ ജനലെടുത്തൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ജനൽ കൂട്ടാൽ മതി. അപ്പോൾ ആ പ്രകാശമല്ല, പുറത്തൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടങ്ങളിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജനലെടുത്ത് വെച്ചിട്ട് ആ പിറ്റേ ദിവസം ആ വെള്ളം എടുത്ത് എല്ലാവരും കുടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം നോക്കി നമ്മൾ ഓരോരുത്തർക്കും വേണമെങ്കിൽ സെപ്പറേറ്റ് വയ്ക്കാം. നമ്മളെന്താണോ ആഗ്രഹം ആ ആഗ്രഹം അതിലേക്ക് പറയാം. ഇപ്പോൾ ജോലിക്കാണെങ്കിൽ, പ്രമോഷനാണെങ്കിൽ, കല്യാണമാണെങ്കിൽ, കുട്ടികൾക്കാണെങ്കിൽ 2 പേരും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വെള്ളം വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളം എടുത്ത് നമുക്ക് കുടിക്കാം. അത് ആ വെള്ളം നോക്കി നമ്മൾ ശിവായ ചൊല്ലണം, എന്നിട്ട് വേണം വയ്ക്കാനായിട്ട്. അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ പൗർണമി ദിവസം കോലോടുന്നുണ്ട്, മാവിളക്കെന്ന് പറയും, തമിഴ്നാട്ടിലെ സമ്പ്രദായം. നമ്മൾ ആഗ്രഹ സാഫല്യത്തിന് മാവിളക്ക്, ഈ മാവ് തെരമാവ് അല്ലെങ്കിൽ അരിമാവ് നെയ്യ്, പാല്, ഏലക്കായിട്ട് കുഴച്ച് ഉണ്ട പോലെ ആക്കിയിട്ട് കുഴിയാക്കിയിട്ട് വിളക്കാക്കും. അതിനെ നെയ്യ് തിരിയിട്ട് കത്തിച്ച് വയ്ക്കും.
അത് രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചാൽ ആഗ്രഹസാഫല്യത്തിന് നല്ലതാണ്. മാവിളക്ക് എന്ന് പറയും. നമ്മുടെ ഇവിടെ അത്രയില്ല, തമിഴ്നാട് നോർത്തിലേക്കാണ് കൂടുതൽ പ്രാധാന്യം. പക്ഷേ അതിന് ഭയങ്കര പ്രധാനമാണത്. മാവിളക്ക് എന്നാണ് ഇത് പറയുക. ആ വിളക്ക് കത്തിച്ച ശേഷം ഇതെടുത്ത് കഴിക്കാമെന്നാണ് പറയണത്. ചൂടുവെള്ളത്തിലാണ് നമ്മൾ കുഴിക്കണത്. അരി, നെയ്യ്, അരി, നെയ്യ്, ഏലക്കായ, പാല് ഇതെല്ലാം കൂടി കുഴച്ചുണ്ടാക്കണതാണ്. ഒന്നും കഴിക്കില്ലല്ലോ, കുറേശ്ശേ കഴിക്കുള്ളൂ. അങ്ങനെ കഴിച്ചാൽ നല്ല, കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അത് വെച്ചതിന് ശേഷം അത് കുഴിയുണ്ടാക്കി വിളക്ക് എഴുതണം അല്ലേ? അത് ഇങ്ങനെ കുഴയ്ക്കും. നമ്മൾ ഉരുട്ടി കുഴയ്ക്കുമല്ലോ, കുഴച്ച് ഉണ്ടമാരിയാക്കും. ഒരു ആപ്പിൾ പോലെയൊക്കെ ഇരിക്കും. എന്നിട്ട് അതിന് കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നെയ്യ് ഒഴിച്ച് തിരിയിട്ട് കത്തിക്കും. അപ്പോൾ ഈ ആപ്പിൾ കത്തണ പോലെ ആപ്പിൾ നല്ല ഭംഗിയാണ്. അതിൽ നോക്കിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ മാവിളക്ക് എന്ന് പറയും. ജോലി തടസ്സത്തിനാണ് ഏറ്റവും നല്ലത്. ജോലിക്ക് പ്രമോഷൻ, ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടാം, വിവാഹം എന്താണോ നമ്മുടെ ആഗ്രഹം അത് നടന്നിരിക്കും. അങ്ങനെ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് താത്തി വയ്ക്കാം. വിളക്കിൽ തിരി കെട്ടി കഴിയുമ്പോൾ നമുക്ക് താത്തി വെച്ച് നമുക്ക് കഴിക്കുകയോ കിളികൾക്ക് കൊടുക്കുകയോ എന്ന് വേണം ചെയ്യാം. അതിനാണ് മാവിളക്ക് എന്ന് പറയും. അതൊരു നല്ല രീതിയാണ്. പിന്നെ അതേപോലെ തന്നെ അതാണ് പ്രത്യേകിച്ച് വെളുത്ത പൗർണമിക്ക് എത്തുന്ന പ്രത്യേക വിളക്കാണ് മാവിളക്ക്. വിളക്കിലേക്ക് നമ്മൾ അന്ന് ദേവിക്ക് മുല്ലപ്പൂ കൊണ്ട് അർച്ചന നടത്താം. 108 മുല്ലപ്പൂ വെച്ച് അർച്ചന നടത്താം. 108 ഏലക്ക വെച്ച് നമ്മുടെ സാമ്പത്തികം മതി. മുല്ലപ്പൂവിനും അധികം ഇതില്ല, കുഴപ്പമില്ല. അങ്ങനെ ദേവി അലങ്കരിച്ച് അണിയിച്ചൊരുക്കി നമ്മുടെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും. ഫോട്ടോ അല്ലെങ്കിൽ ശ്രീചക്രമോ എന്താണുള്ളതെന്ന് വെച്ചാൽ ദേവി, അല്ലെങ്കിൽ നമ്മൾ വിളക്കിനെ തന്നെ ദേവിയായിട്ട് സങ്കല്പിച്ച് കുറച്ച് കുങ്കുമം എടുത്തിട്ട് ആ നിലവിളക്കിൻ്റെ അടിയിലുണ്ടാവുമല്ലോ, അതിൽ ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഹൃദമോശ ആകർഷ 3 പ്രാവശ്യം ചൊല്ലിയിട്ട് കുങ്കുമം തൊടിക്കുക. അപ്പോൾ ദേവിയായി. എന്നിട്ട് അതിലേക്ക് അതറിയാൻ പാടില്ലെങ്കിൽ ദേവിയെന്ന് വിളിച്ചാലും മതി. എല്ലാവർക്കും എല്ലാം പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ദേവിയെന്ന് വിളിച്ചാലും മതി. അപ്പോൾ ആ പൗർണമി പൂജ കഴിഞ്ഞാൽ, പക്ഷേ ഇതൊക്കെ വൃത്തി ശുദ്ധങ്ങൾ വേണം. വീട് അടിച്ചു വരത്തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. എങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് വച്ചടി കയറ്റം വരും. അതാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത്. സാമ്പത്തികമാണല്ലോ വേണ്ടത്. സാമ്പത്തികവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവും. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചില നാടുകളിൽ വെള്ളം വെക്കും കലത്തിൽ, കുഞ്ഞിക്കലത്തിൽ കുട്ടികൾ കളിക്കുന്ന കലമുണ്ട്. അതിൽ വെള്ളം വെച്ചിട്ട് ഇത്തിരി പനീരൊക്കെ ഒഴിച്ച് വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം അതെടുത്ത് തളിക്കാം ആ വെള്ളത്തിൽ. നല്ലതാണ് അത്. അവിടെ ഇരിക്കുകയാണല്ലോ ദേവിയുടെ അടുത്ത്, അങ്ങനെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. എൻ്റെ അച്ഛനുള്ളപ്പോൾ പൗർണമി വ്രതം എടുക്കുമായിരുന്നു. കഥയൊന്നും എനിക്കറിയില്ല. പക്ഷെ അച്ഛൻ ഒരു തരം അപ്പം ഉണ്ടാക്കുമെന്ന് വൈകുന്നേരം രാത്രി. ഭക്ഷണമൊന്നും കഴിക്കില്ല പകലൊന്നും. അത് പൗർണമിക്ക് ഒരു തരം ഈ ചന്ദ്രനെ പോലെ ഇരിക്കും അപ്പം ഉണ്ടാക്കും. ഈ മധുരമൊക്കെ ആയിട്ട് ഇട്ടിട്ട് എന്തോ ഒരു സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അത് പൗർണമിക്ക് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അങ്ങനെ ഉണ്ടാക്കണേ കാണാം. അറിഞ്ഞൂടാ എന്താന്ന്. പക്ഷേ ഇതൊക്കെയാണ് നമുക്ക് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒന്നും ഉണ്ടാക്കാറില്ല. ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. പാല് കാച്ചി വയ്ക്കാം, പാൽപ്പായസം ഉണ്ടാക്കി വയ്ക്കാം, വെളുത്ത സാധനങ്ങളൊക്കെ വയ്ക്കാം നേദ്യമായിട്ട്. നമുക്ക് ദേവിക്ക് പൂജ ചെയ്യുമ്പോൾ നേദ്യം അത്യാവശ്യമാണ്. രാവിലെ അല്ലേ? അല്ല, പൗർണമി വൈകുന്നേരം അല്ലേ? വൈകുന്നേരമാണ് ചന്ദ്രൻ്റെ ബലം. സന്ധ്യയ്ക്ക് ശേഷം, സന്ധ്യയ്ക്കാണ് സമയം ചെയ്യേണ്ടത്, രാവിലെ അല്ല. അപ്പോൾ പൗർണമിക്ക് എപ്പോഴും സന്ധ്യയ്ക്കാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പാൽപ്പായസം നേദിക്കാം. നമുക്ക് എന്താണോ നമ്മളെക്കുറിച്ച് സാധിക്കും. ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൽ കുറച്ച് തേൻ ഒഴിച്ച് വയ്ക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. അതും ഇല്ലെങ്കിൽ തേൻ മാത്രം ഒരു പാത്രത്തിൽ വയ്ക്കാം. പാല് കാച്ചി വയ്ക്കാം. പാല് കാച്ചി പഞ്ചസാരയൊക്കെ ഇട്ട് വയ്ക്കാം. എന്തെങ്കിലുമൊക്കെ നമ്മൾ വെളുത്ത സാധനങ്ങളാണ് ചന്ദ്രൻ ഇഷ്ടം, വെളുത്തത് കൊണ്ട്. പിന്നെ ചന്ദ്രന് നമ്മൾ ദേവിക്ക് അർച്ചന ചെയ്യുമ്പോൾ നല്ല ശുദ്ധമായ ചന്ദനം വാങ്ങിച്ചിട്ട് അതിൽ മുല്ലപ്പൂ അത് അരച്ചിട്ട്, മുല്ലപ്പൂ ചന്ദനം തലേ ദിവസം കുതിർത്തണം, നല്ല അറിയുള്ളൂ. അത് അരച്ചിട്ട് മുല്ലപ്പൂ മുക്കി അർച്ചന ചെയ്താൽ ഭയങ്കരമായ പവറായിരിക്കും അതിനുണ്ടാവുന്നത്. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ ദേവിയെ അലങ്കരിക്കാവോ, നമ്മുടെ മകളുടെ കല്യാണത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യുമോ അതുപോലെ എങ്ങനെയൊക്കെ അലങ്കരിക്കാവോ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായ പുണ്യം ഭയങ്കര വലുതാണ്. എന്തായാലും അപ്പോൾ എന്തായാലും സന്തോഷമേ. അതായത് ഈ സാധാരണ രീതിയിൽ പൗർണമി എന്ന് പറയുന്നത് എല്ലാവരും വ്രതം എടുക്കുന്നുണ്ട്, പക്ഷെ അത് പൂർണ്ണ രീതിയിലല്ല. ഇപ്പോൾ അമ്മ തന്ന ഒരു ഇൻഫർമേഷനിൽ ഏറ്റവും വളരെ വലുതായിട്ടുള്ളതെന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പരദേവത പ്രീതി എന്ന് പറയുന്നത്, പല ആൾക്കാർക്കും പരദേവതയെ എങ്ങനെ പ്രീതിപ്പെടുത്തണമെന്നോ, പരദേവതയെ വിളിച്ചു കഴിഞ്ഞാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഈ പറയുന്ന ദേവലോകം എത്തുന്നതിന് മുൻപ് ശരിക്കും നമ്മുടെ പിതൃക്കളുടെ ലോകമാണല്ലോ. സോ അപ്പോൾ പരലോക പ്രീതി, പരദേവതയുടെ പ്രീതി വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ പറയുന്ന പൗർണമി ദിവസത്തിൽ ചെയ്യുകയാണെങ്കിൽ 100% ഫലം ലഭിക്കും. നന്ദി. ഇപ്പോൾ പൗർണമി പൂജയൊക്കെ ഉണ്ട് കേട്ടോ അമ്പലങ്ങളിൽ. അതെ, ഒരുപാട് സ്ഥലങ്ങളുണ്ട് പൗർണമി. അതെ. പിന്നെ ഈ പൗർണമിക്കാവ് എന്ന് പറയുന്ന അമ്പലം തന്നെ വളരെ പ്രസിദ്ധമാണല്ലോ. പിന്നെ പൗർണമി പൂജ മിക്ക ഭദ്രാളി ക്ഷേത്രങ്ങളിലും ഉണ്ട്, ദേവീക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, ഹനുമാന്റെ അമ്പലത്തിലുണ്ട്. അതെ, പൗർണമി ദമ്പതികളുടെ പേരില്ല. അതെ, പൗർണമി വളരെ പവർഫുൾ ആണ്. പൗർണമി ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൂ. 100% നിങ്ങൾ ആഗ്രഹിക്കുന്ന
നല്ല ഉദ്ദേശത്തോടു കൂടി ചിന്തിക്കുന്ന എന്ത് കാര്യങ്ങളും നടക്കാൻ അത്യുത്തമമാണ്. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.